ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 4. യോഗവും യോഗസിദ്ധിയും. ശ്ലോകം 1 മുതൽ 5 വരെയുള്ളതാണ് നോക്കുന്നത്. ശ്ലോകം: കല്യതാ മമ കുരുഷതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാം പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അങ്ങയെ ഉപാസിക്കുവാൻ എത്രമാത്രം ആരോഗ്യം ആവശ്യമാണോ അത്രയും ആരോഗ്യം എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ രോഗരഹിതനായി ഭവിച്ചാൽ സമ്പൂർണമായ അഷ്ടാംഗയോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് അങ്ങയുടെ പ്രസാദത്തെ ഞാൻ പ്രാപിച്ചു കൊള്ളുന്നതാണ്. ശ്ലോകം 2. ബ്രഹ്മചര്യ ദൃഢതാദിബീർയമൈ ആപ്ലവാദിനിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാ ഭവത്പര. അർത്ഥം: സ്ത്രീകളുടെ ദർശനം, സ്പർശനം എന്നിവകളെ വർജിച്ചിരിക്കുന്ന ബ്രഹ്മചര്യ നിയമവും ഹിംസ, അസത്യം, മോഷണം എന്നിവകളുടെ വർജനവും ആകുന്ന യമങ്ങളെ കൊണ്ടും സ്നാനം, മനഃശുദ്ധി, ജപം, തപസ്, ഹോമം എന്നിവകളായ നിയമങ്ങളെ കൊണ്ടും ഭഗവത് ഭക്തനായിരിക്കുന്ന ഞാൻ പരിശുദ്ധനായിട്ട് പത്മാസനം തുടങ്ങിയ ആസനങ്ങളെയോ മറ്റ് സുഖാസനങ്ങളെയോ ദൃഢമായി ശീലിച്ചു കൊള്ളുന്നതാണ്. ശ്ലോകം 3. താരമന്തരനുജിത്യ ഛന്ദദം പ്രാണവായു അഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദതാപ ഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. താരത്തെ, പ്രണവത്തെ അഥവാ ഓങ്കാര ശബ്ദത്തെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ധ്യാനം ചെയ്ത് പ്രാണവായുവിനെ ഉള്ളിൽ തട്ടി രാഗദ്വേഷാദി മനോമാലിന്യങ്ങളെ അകറ്റി സകല ഇന്ദ്രിയങ്ങളെയും രൂപരസാദികളായ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിച്ച് പ്രത്യാഹാര സ്ഥാനത്തെ അഭ്യസിച്ചുകൊണ്ട് അങ്ങയുടെ ഉപാസനത്തിൽ തന്നെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു കൊള്ളുന്നതാണ്. ശ്ലോകം 4. അസ്ഫുടൈവഭൂഷിതേ പ്രയത്നദോ ധാരയേ മദിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രത ഉദ്വഹേമഭവദംഗ്രി ചിന്തക. അല്ലയോ ഭഗവാനെ, സ്പഷ്ടമല്ലാതെ ഇരിക്കുന്ന അങ്ങയുടെ വപുസിൽ നിദ്രാദികളെ കൊണ്ട് വിഷയാദികളെ കൊണ്ടും ഉറക്കിയാൽ വീണ്ടും വീണ്ടും വിഷയാദികളിൽ നിന്ന് നിവർത്തിപ്പിടിച്ച് ബുദ്ധിയെ ദൃഢപ്പെടുത്തി ധരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ധാരണയുടെ ഫലമായി ഭഗവത് ഭക്തിയാകുന്ന രസവും അതിൻ്റെ മാഹാത്മ്യവും കൊണ്ട് മനസ്സിന് ആർദ്രതയും വന്നു ചേർന്ന് കൊള്ളുന്നതാണ്. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം തദ്വപുസുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്തദാശ്രയാ. ഭഗവാനെ മാത്രം ഏകാശ്രമായി കരുതുന്ന എനിക്ക് ദീർഘകാലത്തെ ധ്യാനയോഗത്താൽ അങ്ങയുടെ അത്യന്തം സുന്ദരവും വ്യക്തവുമായിരിക്കുന്ന അംഗപ്രത്യംഗ ഭംഗി നിറഞ്ഞ ദിവ്യവിഗ്രഹം നിഷ്പ്രയാസം മനസ്സിൽ സങ്കല്പിക്കുവാൻ കഴിയുമാറാകുന്നതാണ്. ഇനി അടുത്ത ദിവസം ബാക്കി ശ്ലോകങ്ങൾ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.